ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന യൂബറിൽ ഒരു ദിവസം എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ടാവും. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേരായി ചോദിക്കണം യൂബറിൽ എങ്ങനെ ഏണിങ്സ്, എങ്ങനെ എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ചാർജ് വരുന്നത്, എങ്ങോട്ടൊക്കെ ട്രിപ്പ് കിട്ടും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഒരു വീഡിയോ വോയിസ് ഓവർ കൊടുത്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 8:45 9 മണി ആ ഒരു ടൈം, 8:45 ആയപ്പോഴാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം മൂലംകുഴിയിലാണുള്ളത്. നമുക്ക് അവിടെ നിന്ന് എങ്ങനെ ട്രിപ്പ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഞാനപ്പോൾ ട്രിപ്പ് വെയിറ്റ് ചെയ്തിങ്ങനെ റീൽസൊക്കെ കണ്ട് ഫോണിൽ എനിക്ക് വന്നിട്ട് ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 364 രൂപയാണ് കിട്ടുന്നതാണ് ചെയ്യണം. ഇപ്പോൾ ഈ ട്രിപ്പ് വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് റാൻഡമായിട്ടാണ് വന്നേക്കണം. അതായത് ഒരു 10 പേർക്ക് ഒരേ സമയത്താണ് ആ ബുക്കിംഗ് വരുന്നത്. അതിൽ നിന്ന് ഏറ്റവും ആദ്യം ഫസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണ ആൾക്കാണ് ആ ട്രിപ്പ് കിട്ടുന്നതെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പിക്കപ്പ് പോയിന്റ് എന്ന് പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത് മൂലംകുഴിയിലാണ്. പിക്കപ്പ് പോയിന്റ് ഇവിടെ മുണ്ടംവേലിയിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്നൊരു 1.8 കിലോമീറ്ററാണ് ഇങ്ങോട്ട് ഉണ്ടായത്. അപ്പോൾ ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരവിടെ നിൽപ്പണ്ടായി. സ്റ്റാർട്ട് യൂബർഗോ കൊടുത്തിട്ട് നമ്മൾ അവരുടെ ആ പിൻ നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്തിട്ട് നാവിഗേറ്റ് കൊടുത്ത് നേരത്തെ നമുക്ക് പോകാനുള്ളത് എവിടെയാണ്, എത്ര കിലോമീറ്റർ ഉണ്ട്, എക്സാക്ട് ലൊക്കേഷൻ നമുക്കപ്പോൾ കിട്ടും. അങ്ങനെ 21 കിലോമീറ്ററാണ് എനിക്ക് പോകാനുള്ളത്. 3/4 മണിക്കൂറാണ് കാണിച്ചത്. അപ്പോൾ സൺറൈസ് ഹോസ്പിറ്റലിലേക്കായിരുന്നു ആ ട്രിപ്പ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ഈ കളക്ട് പേയ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നേരത്തെ നമുക്ക് പേയ്മെൻറ്റ് കളക്ട് ചെയ്യാൻ കാണിക്കും. അപ്പോൾ 337 രൂപയാണ് നമുക്ക് അവരുടെ നിന്ന് കളക്ട് ചെയ്യാനുള്ളത്. എന്നിട്ട് റേറ്റിംഗ് കൊടുത്ത് നമുക്ക് റേറ്റിംഗ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 347 രൂപയാണ് എനിക്ക് കിട്ടിയേക്കണത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടായതുകൊണ്ടായിരിക്കും നമുക്ക് റേറ്റ് കുറവാണിച്ചത്. അപ്പോൾ എനിക്ക് അപ്പം തന്നെ അവിടെ നിന്ന് ഇടച്ചിറക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കണ അവിടെ നിന്ന് 1.6 ആണ്, ഇത്ര കിലോമീറ്ററാണ് ഇപ്പോൾ പിക്കപ്പ് പോയിന്റിലേക്കുള്ളത്, കാക്കനാട് തന്നെ. അപ്പോൾ ഒരു 6 മിനിറ്റാണ് അങ്ങോട്ട് കാണിക്കണത്. ഇത് നേരത്തെ പോലെ റാൻഡമായിട്ട് അങ്ങനെയല്ല ഈ ട്രിപ്പ് അടിച്ചത്, എനിക്ക് മാത്രമായിട്ട് അത് അടിച്ചത്. അങ്ങനെ അവിടെ എത്തി നേരത്തെ ചെയ്ത പോലെ തന്നെ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നാവിഗേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും 4.7 കിലോമീറ്ററാണ് അവിടെ നിന്ന് എടച്ചിറ വരെ ഉള്ളത്. അങ്ങനെ നേരെ അവിടെ പോയി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് ക്ലോസ് ചെയ്തു. അത് ഓൺലൈൻ ട്രിപ്പായിരുന്നു. 139 രൂപയാണ് നമുക്കതിൽ ഏൺ ചെയ്യാൻ പറ്റിയേക്കണത്. അങ്ങനെ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങില്ല. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് എയർപോർട്ടിലേക്കാണ് അടുത്ത ട്രിപ്പ് അടിച്ചേക്കണം. അപ്പോൾ 599 രൂപ കിട്ടും എന്നാണ് കാണിച്ചേക്കണം. അപ്പോൾ ഞാൻ നിൽക്കണം അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ 4 മിനിറ്റാണ് പിക്കപ്പ് പോയിന്റിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണാണ്ടായപ്പോഴത്തേക്ക് നമുക്കിതിൽ നിന്ന് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അധികം പോസ്റ്റ് ആക്കാണ്ട് അവർ പെട്ടെന്ന് തന്നെ വന്ന്, പിന്നെ ഈ ടൈമിന് എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഞാൻ നേരെ പിൻ നമ്പർ അടിച്ച് അവിടെ ഇടച്ചിറന്ന് തന്നെയായിരുന്നു ട്രിപ്പ് കിട്ടിയത്. പിൻ നമ്പർ അടിച്ച് നാവിഗേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും 28 കിലോമീറ്റർ 54 മിനിറ്റാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഒരു 12 മണി ആ ഒരു ടൈം ഉദ്ദേശം ഞാൻ അവിടെ എയർപോർട്ടിൽ എത്തോളൂ. അപ്പോൾ നേരെ അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും 726 രൂപയാണ് കളക്ട് ചെയ്യാൻ കാണിച്ചേക്കണ എമൗണ്ട്. അതിൽ എനിക്ക് കിട്ടിയേക്കണ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 571 രൂപയാണ്. ഇവിടെ എയർപോർട്ടിൽ എത്തിയിട്ട് നമുക്കൊരു 10 മിനിറ്റാണ് സമയമുള്ളൂ. അവിടെ ഒരു 60 രൂപ ടോളുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ബുക്കിംഗ് റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ യൂബറിൽ റിട്ടേൺ കിട്ടാൻ ചാൻസ് ഇത്തിരി കുറവാണ്. കാരണം ഒരുപാട് വണ്ടി അവിടെ ഉണ്ടാവും. ഞാൻ ഓല ആപ്പ് ഓൺ ചെയ്തിട്ടാണ് 136 140 വണ്ടികൾ അവിടെ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ടൈമും കൂടി ആയതുകൊണ്ടിട്ട് നമുക്ക് ബുക്കിംഗ് കിട്ടാൻ ചാൻസ് കുറവാണ്. അങ്ങനെ ഞാൻ നേരെ ആലുവയിലേക്ക് പോയി. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പതിയെ ഓടിച്ച് ആലുവ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് എനിക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് തന്നെ ഞാൻ നിന്നേച്ച അവിടെ തന്നെ ഒരു ബുക്കിംഗ് കിട്ടി. അത് നേരെ ചെന്ന് പിക്ക് ചെയ്ത് തൊട്ടടുത്തുനിന്ന് അത് കിട്ടിയത്. അങ്ങനെ നേരെ അത് പിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒരു 2 കിലോമീറ്റർ ഉണ്ടായുള്ളൂ. 2 കിലോമീറ്ററിൽ ആണ് ഡ്രോപ്പിംഗ് പോയിന്റ് ഉണ്ടായത്. അങ്ങനെ നേരെ അത് കളക്ട് ചെയ്ത് അതിൽ നിന്നൊരു 99 റുപ്പീസ് കിട്ടി. അങ്ങനെ അപ്പോൾ ആലുവയിൽ തന്നെ ആയിരുന്നത് ഡ്രോപ്പിംഗ്. അങ്ങനെ അതിൽ എനിക്കൊരു
102 രൂപയാണ് കിട്ടിയത്. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് പിന്നെയും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അത് അടുത്തൊരു ബുക്കിംഗ് കിട്ടി. അത് എടത്തല എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അത് അങ്ങോട്ട് പോയാൽ റിട്ടേൺ കിട്ടുമോ എന്നൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്ത ആ ഭായിമാർ തന്നെ അവർക്ക് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും അത് ബുക്ക് ചെയ്ത്. അപ്പോൾ ഞാൻ അവർ ബുക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ ഉണ്ടായി. നേരെ അവരവിടെ നിന്ന് പിക്ക് ചെയ്ത് സ്റ്റാർട്ട് യൂബർഗോ കൊടുത്ത് പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് 2.5 കിലോമീറ്റർ ആയിട്ട് പോകാനുണ്ട് ആള്. പക്ഷെ അവരിട്ട ഇത് തെറ്റായിട്ട് പോണ വഴിക്ക് ഇതിൽ ആഡ് ഓർ ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനപ്പോൾ ആഡ് ഓർ ചേഞ്ച് കൊടുത്തിട്ടാണ് ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ ബുക്കിംഗ് അടിച്ചപ്പോഴത്തേക്ക് 113 രൂപ എന്താ കാണിച്ചത്. ഞാനപ്പോൾ ഇവരെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 186 രൂപ അതിൽ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് ഓടിച്ച് മാറി കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ട്രിപ്പ് എനിക്ക് കിട്ടി. പക്ഷെ അത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. HMT റോട്ടിൽ നിന്ന് പറഞ്ഞത് കിട്ടിയത്. നേരെ അത് വടുതലക്കാണ് അത് അടിച്ചത്. നേരെ അവിടെ ചെന്ന് അവരവിടെ നിൽപ്പുണ്ടായപ്പോൾ നേരെ പിൻ നമ്പർ അടിച്ച് നാവിഗേറ്റ് ചെയ്ത് അപ്പോൾ അതിൽ ഒരു 11 കിലോമീറ്റർ ഉണ്ടായത്. 27 മിനിറ്റാണ് കാണിച്ചേക്കുന്നത്. അങ്ങനെ നേരെ അവിടെ ചെന്ന് അത് കളക്ട് പേയ്മെൻറ്റ് ചെയ്ത് 290 രൂപയാണ് കളക്ട് ചെയ്തത്. ഞാൻ റേറ്റിംഗ് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 229 രൂപയാണ് എനിക്ക് അതിൽ എമൗണ്ട് കിട്ടിയേക്കുന്നത്. അങ്ങനെ അവിടെ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ബുക്കിംഗ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ടോട്ടൽ എമൗണ്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് 1575 രൂപ ആയിട്ടുണ്ടായി. അങ്ങനെ ഞാൻ കുറച്ച് ഇങ്ങോട്ട് ഓടിച്ച് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും പത്മയുടെ അവിടെ നിന്ന് പത്മ ജംഗ്ഷൻ്റെ അവിടെ ജോസ്കോൻ്റെ അവിടെ നിന്ന് ഒരു ബുക്കിംഗ് കിട്ടി. അങ്ങനെ ഞാൻ നേരെ അത് പോയി പിക്ക് ചെയ്യാമെന്ന് ഓർത്ത് നമ്മ കറങ്ങിയ അവസാനം എറണാകുളത്തെത്തി. കറങ്ങിത്തിരിഞ്ഞ് MG റോഡിലെത്തി. അങ്ങനെ നേരെ അവിടെ ചെന്ന് പുള്ളിയുടെ കയ്യിൽ നിന്ന് പിൻ നമ്പർ മേടിച്ച് പിന്നടിച്ച് പുള്ളിക്ക് പോകാനുണ്ടായെന്ന് പറഞ്ഞാൽ ലീമെറിഡിയനിലേക്ക് അറിഞ്ഞ് പോകാനുണ്ടായത്. നേരെ അവിടെ ചെന്ന് കളക്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ട് 237 രൂപയാണ് കളക്ട് ചെയ്യാൻ കാണിച്ചത്. അങ്ങനെ കംപ്ലീറ്റ് യൂബർഗോ കൊടുത്ത് പുള്ളിക്ക് റേറ്റിംഗ് കൊടുത്ത് നമ്മൾ എല്ലാവർക്കും ഫുൾ റേറ്റിംഗ് കൊടുക്കണം. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും അപ്പോൾ തന്നെ ലീമെറിഡിയനിൽ നിന്ന് തന്നെ എനിക്ക് അടുത്ത ട്രിപ്പ് കിട്ടി. അപ്പോഴത്തേക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായി. അങ്ങനെ നേരെ രണ്ടാമത് കറങ്ങി വന്ന് പിൻ നമ്പർ അടിച്ച് നാവിഗേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഹോളിഡേയിലേക്കാണ് നമുക്ക് ആ ട്രിപ്പ് കിട്ടിയേക്കണം. 11 മിനിറ്റ് കാണിച്ചേക്കണം. 6.6 കിലോമീറ്ററാണ്. അങ്ങനെ നേരെ അവിടെ ചെന്ന് അത് ക്ലോസ് ചെയ്ത് അത് ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആയതുകൊണ്ടിട്ട് നമുക്ക് പുള്ളിയുടെ നിന്ന് പൈസ മേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എനിക്കൊരു 160 രൂപ കിട്ടി. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മറ്റേ മെഡിക്കൽ സെൻറ്ററിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് മാറി നിന്നു. അപ്പോൾ എനിക്ക് അതാണ് ഇത്ര അടുത്ത് നിൽക്കണേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് ട്രിപ്പ് കിട്ടി. അവിടെ നിന്ന് നമ്മുടെ കാക്കനാട് കൊല്ലം കൊടിമകൾ ആ ഭാഗത്തേക്കാണ് ട്രിപ്പ് കിട്ടിയത്. നേരെ അത് പിക്കപ്പ് ചെയ്ത് അവിടെ നിന്ന് 6.3 കിലോമീറ്ററാണ് ഉണ്ടായത്. 17 മിനിറ്റാണ് കാണിച്ചത്. നേരെ അവിടെ ചെന്ന് കളക്ട് പേയ്മെൻറ്റ് ചെയ്ത് അതിൽ 142 രൂപയാണ് ഞാൻ കളക്ട് ചെയ്തത്. അങ്ങനെ അത് ക്ലോസ് ചെയ്യണതിന് മുമ്പ് തന്നെ എനിക്ക് അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു 400 മീറ്ററാണ് ഞാൻ ഡ്രോപ്പ് ചെയ്ത്. അവിടെ നിന്നൊരു 400 മീറ്റർ ഉണ്ടായത്, ഒരു 1 മിനിറ്റ്. അങ്ങനെ ഞാൻ നേരെ അങ്ങോട്ട് ചെന്ന് ഇതേപോലെ നമ്മുടെ OTP പിൻ നമ്പർ അടിച്ച് അത് ആ സാറെന്ന് പറഞ്ഞാൽ മൂവിയിലൊക്കെയുള്ള സാറാണ്. അപ്പോൾ നമ്മുടെ തുണ്ടെന്നൊക്കെ പറഞ്ഞ മൂവിയിലൊക്കെ ഉണ്ട്, കുറേ മൂവിയിലുണ്ട്. അങ്ങനെ നേരെ അവിടെ ചെന്ന് ഒരു വർക്ക്ഷോപ്പിലേക്കാണ്. അവിടെ ചെന്ന് ക്യാഷ് 150 രൂപയാണ് കളക്ട് ചെയ്തത്. റേറ്റിംഗ് കൊടുത്ത് അതിലെനിക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 144 രൂപ. അപ്പോൾ അവിടെ നെക്സ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കിട്ടാണ്ടായപ്പോഴത്തേക്ക് ഞാൻ ലുലു മാളിൻ്റെ ഭാഗത്തേക്ക് പതിയെ ഓടിച്ച്.
അങ്ങനെ ലുലു മാളിൻ്റെ അവിടെ നിന്ന് എനിക്ക് അപ്പോൾ തന്നെ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായി. അങ്ങനെ നേരെ മാളിൻ്റെ അകത്ത് കയറി. അപ്പോൾ കസ്റ്റമറിനെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി. അങ്ങനെ ആളെ പിക്ക് ചെയ്ത് പുള്ളിക്ക് വേണ്ടായ വെണ്ണലയിലേക്ക് ചളിക്കോട്ടോ. അങ്ങനെ നേരെ അവിടെ വന്ന് അപ്പോൾ അതിൽ 240 രൂപ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിൽ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 189 രൂപയാണ്. അങ്ങനെ അവിടെ അത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് വേറൊരു ട്രിപ്പ് കിട്ടി. അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതൊരു 1 കിലോമീറ്റർ താഴെ തന്നെയായിരുന്നു പിക്കപ്പ് പോയിന്റ് ഉണ്ടായത്. ഞാൻ നേരെ അവിടെ ചെന്ന് നോർമലി പിൻ നമ്പർ അടിച്ച് അത് യൂബർ ഓടണ ഒരു ബ്രോ തന്നെയായിരുന്നു. അപ്പോൾ പുള്ളിയുടെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിലേക്ക് പോകണമായിരുന്നു. അങ്ങനെ ഓട്ടത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്തപ്പോൾ നല്ല ബ്ലോക്ക് പറഞ്ഞു. 184 രൂപയാണ് അതിൽ നിന്ന് കളക്ട് ചെയ്തത്. ഒരു റേറ്റിംഗ് ഒക്കെ കൊടുത്ത് എനിക്കപ്പോൾ അതിൽ കിട്ടിയത് 209 രൂപ എനിക്ക് കിട്ടി. അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്ത് അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് വേറൊരു ട്രിപ്പ് കിട്ടി. അത് രവിപുരത്തേക്കായിരുന്നു, MG റോഡ് അങ്ങോട്ടേക്കായിരുന്നു. മേഴ്സി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. നേരെ അവിടെ പോയി പിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നാവിഗേറ്റ് ചെയ്ത് നല്ല ബ്ലോക്കായിരുന്നു ആ ടൈമിനൊക്കെ. ഞാനും ടയേർഡായിട്ടുണ്ടായി ഏകദേശം. അപ്പോൾ 12 കിലോമീറ്ററാണ് കാണിച്ചേക്കുന്നത്. അങ്ങനെ നേരെ 261 രൂപയാണ് അതിൽ നിന്ന് കളക്ട് ചെയ്തത്. എന്നിട്ട് റേറ്റിംഗ് കൊടുത്ത് അതിൽ എനിക്ക് കിട്ടിയത് സെയിം എമൗണ്ട് തന്നെ 261 രൂപ എനിക്കും കിട്ടി. അടുത്ത ട്രിപ്പിന് വെയിറ്റ് ചെയ്തപ്പോൾ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ച് അതിൽ 278 രൂപയാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചത്. അത് MG റോട്ടിൽ നിന്ന് തന്നെയായിരുന്നു. ഞാൻ നിൽക്കുന്ന അവിടെ നിന്നൊരു 1 കിലോമീറ്ററാണ് കറക്റ്റ് ഉണ്ടായത്. നേരെ അവിടെ ചെന്ന് സ്റ്റാർട്ട് യൂബർ കൊടുത്ത് അപ്പോഴത്തേക്കും ഒരു 7:20 ആയിട്ടുണ്ടായി ഈവനിങ്. നേരെ പിൻ നമ്പർ അടിച്ച് അത് തൃപ്പൂണിത്തറക്കാർന്നു. 11 കിലോമീറ്റർ കാണിച്ചാൽ 41 മിനിറ്റ്. അങ്ങനെ അതിൽ നിന്ന് 265 രൂപ എനിക്ക് കിട്ടി. അവിടെ നിന്ന് അപ്പം തന്നെ എനിക്കൊരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അടുത്ത ട്രിപ്പ് കിട്ടി. നേരെ അവിടെ ചെന്ന് പിൻ നമ്പർ അടിച്ച് നാവിഗേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇപ്പോൾ ഒരു 3 കിലോമീറ്ററേ നമുക്ക് പോകേണ്ടത്. ഉദയംപേരൂരേക്കായിരുന്നു. അവിടെ ഒരു ബാറിലേക്കാണ് വരും. അത് ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ അത് റേറ്റിംഗ് ഒക്കെ കൊടുത്ത് അതിൽ നിന്ന് എനിക്കൊരു 115 രൂപ കിട്ടി ആ 3 കിലോമീറ്റർ. അങ്ങനെ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് എനിക്ക് ഇതേപോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അത് ഞാൻ നിന്നേച്ച് അവിടെ നിന്ന് ഒരു 1.6 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അടുത്ത ട്രിപ്പ് അടിച്ചത്. അങ്ങനെ നേരെ അവിടെ ചെന്ന് നോർമലി നമ്മൾ പിൻ നമ്പർ അടിച്ച് അത് ലക്ഷോർ ഹോസ്പിറ്റലിലേക്കാണെന്ന് കാണിച്ചിട്ടുണ്ടായി. അങ്ങനെ ലക്ഷോർ ഹോസ്പിറ്റലിലേക്കാണ് അത്. അവിടെ നിന്നപ്പോൾ ഒരു 10 കിലോമീറ്ററാണ് ലക്ഷോർ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായത്. 23 മിനിറ്റ് കാണിച്ചത്. അവിടെ എത്തി 290 കളക്ട് ചെയ്യാൻ പറഞ്ഞ എമൗണ്ട്. അതിൽ എനിക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 208 രൂപയാണ്. അപ്പോഴേക്കും നമ്മൾ എമൗണ്ട് നോക്കിയപ്പോഴത്തേക്കും ടോട്ടല് 3455 രൂപ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നേരം വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലക്ഷോർ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായി. അപ്പോഴേക്കും ഒരു 9:15 ആയിട്ടുണ്ടായി. ഞാൻ നേരെ അവിടെ അടുത്തേക്ക് തന്നെയായിരുന്നു ആ ട്രിപ്പ്, നെട്ടൂരേക്കായിരുന്നു. ഞാനപ്പോൾ 1.5 കിലോമീറ്റർ ഡ്രോപ്പിംഗ് പോയിന്റിലേക്ക് ഉണ്ടായത്. അങ്ങനെ നേരെ അവിടെ എത്തി 120 രൂപയാണ് ക്യാഷ് കളക്ട് കാണിച്ചത്. അങ്ങനെ റേറ്റിംഗ് കൊടുത്ത് അതിൽ എനിക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 102 രൂപയാണ്. അപ്പോഴത്തേക്കും ഒരു 3500 സംതിങ് ആയിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എങ്ങോട്ടാണ് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തേക്കുള്ള ട്രിപ്പുകൾ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഫോർട്ട് കൊച്ചി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ട്രിപ്പൊന്നും കിട്ടിയില്ല. ഞാൻ പതിയെ എന്നിട്ട് വീട്ടിലേക്ക് പതിയെ ഓടിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്നത്തെ കാര്യങ്ങളാണ്. ഞാനിതിൽ കൂടുതൽ ഓടുന്ന ദിവസങ്ങളുണ്ട്, കുറവ് ഓടുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ എൻ്റേതായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ കൂടുതൽ ഡെയിലി ഓടുന്ന ആൾക്കാരുമുണ്ട്, ഇതിൽ കുറവ് ഓടുന്ന ആൾക്കാരെയും എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത്, എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് യൂസ്ഫുൾ ആവുമെന്നാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ.